ഇനി നിങ്ങളോട് കൗണ്ടബിൾ സെറ്റിനും അൺകൗണ്ടബിൾ സെറ്റിനും ഒക്കെ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കാം. കൗണ്ടബിൾ സെറ്റിനാണ് നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് പറയാം, റാഷണൽ നമ്പേഴ്സ് പറയാം, എൻ ടപ്പിൾസ് ഒക്കെ പറയാം. ഇതൊക്കെ നിങ്ങൾ ഇതിലുള്ള എലമെൻറ്റ്സിന് എടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ട് ഒരു 1-1 കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഒരു ഇക്വലൻസ് റിലേഷൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊക്കെ കൗണ്ടബിളാണ്. ഇനി അൺകൗണ്ടബിൾ സെറ്റിനാണ് നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടതെന്നറിയോ, നമ്മൾ 0യും 1ഉം വെച്ചിട്ടുണ്ടാക്കുന്ന സീക്വൻസുകളുടെ സെറ്റ് ഉണ്ടാവുമല്ലോ, ഇത് അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞത് 1ഉം 0യും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം സീക്വൻസുകൾ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഞാനൊരു 1, 2 എക്സെട്ര n സീക്വൻസുകൾ അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു n+1th സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയോ, ഇതിലെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്വൻസ് ഉണ്ടല്ലോ, S1 S2 S3 എക്സെട്ര Sn, ഇതിൽ ഫസ്റ്റത്തെ സീക്വൻസിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ 1 ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ഞാൻ 0 ഇട്ട് കൊടുക്കും. ഇനി അടുത്ത S2ൽ ഇവിടെ 1 ആണുള്ളതെങ്കിൽ അടുത്ത ഇവിടെ 0 ഇട്ട് കൊടുക്കും. ഇനി S3ൽ ഇവിടെ ഏതാ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ S4ൽ ഏതാണ്, അങ്ങനെ 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 n-1 വരെയുള്ള വരെയുള്ള ആൾക്കാരിൽ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ n+1th ടേം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത രീതിയിൽ പുതിയൊരു സീക്വൻസ് കിട്ടി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 0യും 1ഉം വെച്ച് ഉണ്ടാക്കുന്ന സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് എന്ന് പറയുന്നത് എന്തല്ല, കൗണ്ടബിൾ അല്ലാന്ന്. ഇനി നിങ്ങളോട് ഇതിൽ നിന്ന് ചോദിക്കാൻ, റിയൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഒരു ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര n വരെയുള്ള എലമെൻറ്റ്സുമായിട്ട് ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവുന്ന സെറ്റ്, അത്ര എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൂപ്പർ സെറ്റായിട്ട് ഒരു ഈക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ചോദിക്കും. ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഈക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ സബ്സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതാണൊരു സൂപ്പർ സെറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ഒരു സബ്സെറ്റ് ഉണ്ട്. ഇനിയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന സെറ്റ് നമ്മുടെ എനോട് ഒരു ഇക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എന്തായിരിക്കണം, ഇൻഫൈനൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വലൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എ കൗണ്ടബിൾ ആണെങ്കിൽ എസ്സും കൗണ്ടബിൾ ആയിരിക്കും, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ. ഇനി ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ കേട്ടോ ഇവർ തമ്മിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവില്ല.